السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا قال رسول الله. സർവാദരണീയരായ വേദിയുടെ അധ്യക്ഷൻ, സ്നേഹനിധികളായ ഇസ്തിഖാമ ആദർശ വിങ്ങിൻ്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വളരെ മഹത്തായ ഒരു സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ അനുഗ്രഹങ്ങളുടെ ആരാമമായ സ്വർഗീയ പർദീസയിൽ നമുക്ക് അഭയം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നാദ്യമായി ദുആ ചെയ്യുകയാണ്. ഇസ്തിഖാമ സംസ്ഥാന വിങ്ങിൻ്റെ കീഴിൽ ഇന്ന് രാവിലെ മുതൽ വളരെ ഗഹനമായ വിഷയങ്ങളുടെ അവതരണങ്ങളും ചർച്ചകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളക്കരയിലാകമാനം വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വെളിച്ചം വിതറുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും കരുത്തുറ്റ ഒരു വിങ്ങായ ഇസ്തിഖാമ അതിൻ്റെ ദൗത്യ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മഹത്തായ ക്ലാസുകൾ. വളരെ പ്രഗത്ഭരായ ഉസ്താദുമാർ വളരെ മഹത്തായ വിഷയങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഇടകീറി പരിശോധിച്ചുകൊണ്ട് ക്ലാസുകൾ നടത്തി. അതിൻ്റെ ഇടയിൽ ഈ വിനീതനായ ഞാനും ഒരു ചെറിയ വിഷയവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൽ നബിദിനാഘോഷത്തിൻ്റെ പ്രാമാണിക തലങ്ങളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, നബിദിനാഘോഷങ്ങളെ എതിർക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ സാധാരണക്കാരനായി കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ നബിയെ മനസ്സിലാക്കിയത് എങ്ങനെ, അവർക്ക് എന്തു വീഴ്ച പറ്റി തുടങ്ങിയ വിഷയങ്ങൾ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ആഘോഷങ്ങളെ ശിയായിസത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മഹത്തായ ആശയത്തെ മോശമാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടികൾ തുടങ്ങി പ്രാമാണികമായി തെളിവുകൾ നിരത്തിയുള്ള ധാരാളം ക്ലാസുകൾ കേൾക്കേണ്ടായി. ഇതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്, ഏത് വിഷയത്തിലും പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കാൻ ഒരു രീതി എന്ന് പറയുന്നത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണയായി പറയാറുണ്ട് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാൻ. ചില കേസുകൾ അങ്ങനെ ഉണ്ടാവും. ചില മുള്ളുകൾ എടുക്കാൻ മുള്ളു ഉപയോഗിക്കാൻ കഴിയും. നമ്മളിന്ന് കേരളക്കരയിൽ ആകമാനം നോക്കിയാൽ നമ്മൾ കാണാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ആരെങ്കിലും ആഘോഷിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലീദ് പാരായണം നടക്കുമ്പോൾ, അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുമ്പോൾ, ദഫ് കൊട്ടുമ്പോൾ, പരിപാടികൾ ഉണ്ടാകുമ്പോൾ, നബിദിന ഘോഷയാത്ര കാണുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് ഒരു പ്രത്യേക ദേശം വരുന്നതും അവരാകെ മാറുന്നതും നമുക്ക് കാണാൻ കഴിയും. അത് അവരെ കുറിച്ച് ചിലപ്പോൾ മുസ്ലിം അല്ല എന്നോ മുശ്രിക്കാണോ എന്ന് പറഞ്ഞാൽ അവർ വലിയ പ്രശ്നം ഉണ്ടാക്കുമെങ്കിലും ഈ പരിപാടികളൊക്കെ നടത്തുന്ന ആളുകളെ നിർലോഭം മുശ്രിക്കും കാഫിറുമാക്കാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടാവാറില്ല. ഒരു ചെറിയ വിഷയങ്ങൾക്ക് പോലും അവർ ഈ നബിദിനാഘോഷങ്ങളുമായും മൗലിദുമായും നടക്കുന്ന ആളുകൾ അവർ ശിർക്കിന്റെ കരിമ്പട്ടികയിൽ ചാപ്പ കുത്തിക്കൊണ്ട് ഈ ഒരു വലിയ വിഭാഗത്തെ, അള്ളാഹുവിന്റെ റസൂലിനോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗത്തെ മോശമായി കാണാൻ ഇവർ ഈ മാസം പ്രത്യേകിച്ച് വല്ലാത്തൊരു താല്പര്യമാണ്. അതിനുവേണ്ടി അവർ പല കാര്യങ്ങളും കൊണ്ടുവരും, പല കാര്യങ്ങളും പറയും. എന്നാൽ ഈ ആളുകളുടെ തന്നെ പഴയകാല ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ന് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മെ എതിർക്കുന്നു അതിനെയെല്ലാം അവരന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് എതിർക്കാൻ കഴിയുന്നതാണ്. അതാണ് ഞാൻ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറഞ്ഞത്.
നബിദിനാഘോഷത്തെ കുറിച്ചാണെങ്കിലും ഏത് വിഷയത്തെ കുറിച്ചാണെങ്കിലും സുന്നികളോട് ഇവർ വലിയ വായിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷമുള്ള ഉത്തമ നൂറ്റാണ്ടുകളിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, അതിവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. പല ഭാഗങ്ങളും ഇത് വിശദീകരിക്കാൻ ഇരിക്കുന്നു. ഞാൻ പറയുന്നത് ആ ഉത്തമ നൂറ്റാണ്ടിനെ കുറിച്ച് ചോദിക്കുന്ന നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ഉത്തമ നൂറ്റാണ്ട് മാത്രമല്ല, ഈ വഹാബി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ തുടക്കം കുറിച്ചത് 1920കളിലായിരുന്നുവെങ്കിൽ കേരളക്കരയിലെ മുസ്ലിം ആദർശ ഭൂമികയിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് കടന്നു വന്ന ഈ വിഭാഗത്തിന്റെ ആദ്യ പതിറ്റാണ്ടുകളിലെ നേതാക്കന്മാർ, അത് ഇന്ന് കാണുന്ന നേതാക്കന്മാരല്ല, അവരെ കൂട്ടത്തിലെ വിവരമുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന സമയത്ത് കെ മൗലവിയെ പോലെയുള്ള, ഇ കെ മൗലവി പോലെയുള്ള അവരെ കൂട്ടത്തിലെ പ്രഗത്ഭരായ തല തൊട്ടപ്പന്മാരായ മൗലവിമാരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നബിദിനാഘോഷങ്ങളെയും മീലാദ് പരിപാടികളെയും മൗലീദ് പാരായണത്തെയും അവർ പുകഴ്ത്തി വാഴ്ത്തിപ്പാടുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തണമെന്ന് മാലോകരോട് ഉദ്ഘോഷിക്കുകയും ചെയ്തിരുന്നുവെന്ന് അവരെ പഴയകാല പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ അവരെ ഉത്തമ പതിറ്റാണ്ട് പോലും ഇന്നീ പറയുന്ന ഗീർവാണങ്ങൾക്കെതിരാണ്. ഇന്നീ പറയുന്ന ശിർക്കിന്റെ ആരോപണങ്ങളെ മുമ്പിൽ അവരെ ഉത്തമ പതിറ്റാണ്ടുകൾ 20കളും 30കളും 40കളും നോക്കിയാൽ അന്നവർ അൽ മുർഷിദുകളും അൽ ഇർഷാദുകളും അടക്കമുള്ള അവരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എഴുത്തുകൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് മീലാദ് ആഘോഷം അവർ നടത്തിയിരുന്നുവെന്നാണ്, നടത്തണമെന്ന് പറഞ്ഞുവെന്നാണ്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ആ ഗ്രന്ഥങ്ങളിൽ ചിലത് ഇവിടെ വായിച്ചുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അൽ മുർഷിദ് മാസിക 1357 റബീഉൽ അവൽ പേജ് 19 പറയുന്നത് ഇങ്ങനെയാണ്: പവിത്ര റബീഉൽ അവൽ മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കുവാൻ പോകുന്നു. റബീഉൽ അവൽ മാസം പിറക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾ ആനന്ദ തുന്തിലരായി ഭവിക്കുന്നു. റബീഉൽ അവൽ മാസം പിറക്കുമ്പോൾ മുസ്ലിങ്ങൾ ആനന്ദ തുന്തിലരാകുന്നു എന്നാ പറയുന്നത്. ഞങ്ങൾക്കത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ റബീഉൽ അവൽ മാസം പിറക്കുമ്പോൾ ഈ ചുവന്ന തുണി കണ്ട കാളയെ പോലെ ഓടുന്ന ആളുകളോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങളെ മുൻഗാമികൾ ഇത് എഴുതി വെച്ചിരിക്കുന്നു, റബീഉൽ അവൽ മാസം പിറക്കുമ്പോൾ ലോക മുസ്ലിമീങ്ങൾ ആനന്ദനന്ദനായി ഭവിക്കുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് റബീഉൽ അവൽ മാസത്തിലാണ് ലോകൈക മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായത് എന്നതാണ് അതിന് കാരണം. ആ മാസം കൊണ്ടാടുവാൻ മുസ്ലിങ്ങൾ ഉത്സുകരായി തന്നെ ഇരിക്കുന്നു. ഇസ്ലാം മത പ്രബോധകരായ ആ മഹാപുരുഷന്റെ ജനനം കൊണ്ട് ലോകത്തിന് പൊതുവെ ഉണ്ടായിട്ടുള്ള നന്മകളെ പറ്റി ചിന്തിക്കുന്ന ഒരാളിന് സന്ദർഭം വരുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് റബീഉൽ അവൽ മാസം പിറക്കുമ്പോഴെല്ലാം അദ്ദേഹത്തെ സ്മരിക്കാതെ നിവൃത്തിയാവില്ല. അഥവാ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ജന്മം കൊണ്ട് സന്തോഷിക്കുന്നവർക്ക് റബീഉൽ അവൽ വരുമ്പോൾ സ്മരിക്കാതെ നിവൃത്തിയാവുകയില്ല എന്ന് അൽ മുർഷിദ് മാസികയിൽ കെ എം മൗലവിയുടെ പത്രാധിപ നേതൃത്വത്തിന് കീഴിൽ പുറത്തിറങ്ങുന്ന അൽ മുർഷിദ് മാസികയിൽ പറയുകയാണ്. മാത്രമല്ല, സന്തോഷവും ആഹ്ലാദവും എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്കുണ്ടാകുന്നതെന്ന് അവർ വീണ്ടും പറയുന്നു. റബീഉൽ അവൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് തേടി നടക്കേണ്ടതില്ല, അത് തേടി ആലോചിച്ച് നടക്കേണ്ടതില്ല. അത് നേരെ പറയുന്നുണ്ട്. ലോക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്തു വരുമ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അറിയുന്ന യാതൊരാൾക്കും ഈ മാസം വരുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അൽ മുർഷിദ് 1354 റബീഉൽ അവൽ പേജ് 3. ഇനി അപ്പൊ ഈ സന്തോഷിക്കണം എന്ന് പറയുന്നു. സന്തോഷത്തെ കുറിച്ച് അവർ വീണ്ടും പറയുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയും. റബീഉൽ അവൽ വരുമ്പോൾ പ്രത്യേകം സന്തോഷിക്കണമെന്ന് അവർ വളരെ വിശദമായി പറയുന്ന അവരുടെ പുസ്തകങ്ങൾ നമുക്ക് ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. റബീഉൽ അവൽ മാസം വരുമ്പോൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. റബീഉൽ അവൽ മാസം വരുമ്പോൾ വല്ലാതെ സന്തോഷം കൊണ്ട് ഉന്മാദമുണ്ടാവണമെന്ന് ഇവരുടെ നേതാക്കന്മാർ പറയുകയാണ്. ഇങ്ങനെ ധാരാളം നമുക്ക് വായിക്കാൻ കഴിയും. എന്ന ആ ഒരു വിശുദ്ധ വചനം വെച്ചുകൊണ്ട് അവർ പറയുന്നു, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ലോകത്തിന് ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ അവർണ്ണനീയമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ നാം അങ്ങയെ നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്.
ഇങ്ങനെയുള്ള ഒരു മഹാത്മാവ് ഭൂജാതനായിട്ടുള്ള റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ആ പുണ്യ പുരുഷനെ അനുകരിക്കുന്ന ഒരു ജനവിഭാഗം എങ്ങനെ സന്തോഷിക്കാതിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഇത് തന്നെയാണ് ഇന്ന് വേദികൾ കെട്ടിയും പേജുകളിലൂടെയും വിശുദ്ധമായ സുന്നി ആദർശങ്ങളെയും മീലാദ് ആഘോഷങ്ങളെയും ഒക്കെ കുറ്റം പറയുന്ന വഹാബികളോട് മുജാഹിദുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് നിങ്ങൾ എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കാൻ കഴിയുക എന്നൊരു വിഷയമാണ് നിങ്ങളോട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഈ വഹാബികളോട് മുജാഹിദ് പ്രസ്ഥാനക്കാരോട് നമുക്ക് ചോദിക്കാനുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഇവർ അൽ മുർഷിദും അൽ ഇർഷാദും ഒക്കെ ധാരാളമായി എഴുതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന മാസത്തിൽ സന്തോഷിക്കുകയും ജന്മദിനം ആഘോഷിക്കുകയും മൗലിദ് പാരായണം ചെയ്യുകയും ചെയ്യണമെന്നുള്ള അവർ വളരെ വ്യക്തമായി പറയുന്ന സംഗതികൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഇന്ന് അവരുടെ പിന്മുറക്കാർ നവോത്ഥാന നായകന്മാരെന്ന് ഇവർ തന്നെ വാഴ്ത്തിപ്പാടുന്ന ആളുകൾ വളരെ വ്യക്തമായി ഇവരുടെ പുസ്തകങ്ങൾ എഴുതിയിട്ട് അതിനെ യാതൊരു വിലയും വെക്കാതെ ഇന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇവരെ തൗഹീദിന് ഉറപ്പില്ല നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെയാണ്. ഒരു നബിദിനാഘോഷം ശിർക്കാണെന്ന് പറയുന്നു, മൗലിദ് ശിർക്കാണെന്ന് പറയുന്നു. അപ്പൊ 20കളിലും 30കളിലും ഇവരെ നേതാക്കന്മാർ ശിർക്ക് നടത്താൻ ആഹ്വാനം ചെയ്തു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ താൽക്കാലികമായി കുറച്ചു കാലം കുഫർ നടത്തിക്കോളൂ എന്ന് വഹാബി നേതാക്കന്മാരായ മൗലവിമാർ അനുവാദം കൊടുത്തു എന്നാണോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്പകാലം പുറകോട്ട് പോകുമ്പോൾ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പാളിച്ചകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. തൊട്ടു മുമ്പുള്ള നൂറ്റാണ്ടുകളിലേക്ക് മടങ്ങാൻ പോകുന്നവർ 3-4 പതിറ്റാണ്ടുകളിലേക്ക് മുമ്പിലേക്ക് മടങ്ങി പോകുമ്പോൾ ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറഞ്ഞുകൊണ്ട്, ഇന്ന് പറഞ്ഞത് നാളെ തിരുത്തി പറഞ്ഞുകൊണ്ട്, അതാണ് 90 വർഷക്കാലം തൊണ്ടകീറി പണിയെടുത്തിട്ടും ഇവരെ തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ് എന്ന് വ്യക്തമായ ഒരു സമൂഹത്തെ പഠിപ്പിക്കാൻ പോലും ഇവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് അവർ ആ വിഷയത്തിൽ പരസ്പരം അടികൂടിയും പരസ്പരം കഷ്ണങ്ങളായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അൽ മുർഷിദും അൽ ഇർഷാദും അടക്കമുള്ള ഇവരെ മാസികകൾ അവസാനിക്കുന്നില്ല. ലോകം മുഴുവൻ ആഘോഷിക്കുന്നു, നമ്മളും ആഘോഷിക്കണം എന്ന് പറയുന്നു. അൽ മുർഷിദ് 1357 റബീഉൽ അവ്വൽ പേജ് 22. എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള മഹൽ മതത്തിന്റെ പ്രബോധകൻ, പ്രവാചകനായ ഭരണാധികാരി, ദീനദയാലുവായ പ്രഭു, ഉത്കൃഷ്ട പരിശീലകനായ ഉത്തമ ഗുരു, ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. ഇതൊക്കെ അന്ന് പറഞ്ഞു. ഇന്ന് സാധാരണ മനുഷ്യനാണ് കേട്ടോ, ഇന്ന് സാധാരണ മനുഷ്യനാണ്. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു, ലോകം മുഴുവനും കൊണ്ടാടേണ്ടതാകുന്നു. അൽ മുർഷിദ്. ഇതൊക്കെ KM മൗലവിയെ പോലെയുള്ള, EK മൗലവിയെ പോലെയുള്ള ഇവരെ വലിയ നേതാക്കന്മാരെ നേതൃത്വം കൊടുക്കുന്ന പുസ്തകങ്ങളിലാണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്. നേരത്തെ സന്തോഷവും ആഹ്ലാദവും വേണമെന്ന് പറഞ്ഞത് എഴുതിയത് EK മൗലവിയാണ്. ബാക്കിയുള്ളത് KM മൗലവിയുടെ പത്രാധിപത്യത്തിന് കീഴിലുള്ള അൽ മുർഷിദിലും അൽ ഇർഷാദിലും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ വായിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഇനി ഇവരെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മളിവർ കളിയാക്കാറുണ്ട്. അൽ ഇർഷാദ് പറയാറുണ്ട്, മൗലിദ് കഴിക്കും, ഇവര് മൗലിദ് കഴിച്ചിട്ടുമുണ്ട്. ഇവര് മൗലിദ് കഴിച്ചിട്ട് വഹാബി സ്ഥാപന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ മൗലിദും സദ്യയും നടന്നു. അവർ തന്നെ പറയുന്നു, ഈ സന്ദർഭത്തിൽ 2 കൊല്ലമായി മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗലിദാഘോഷം ഈ പ്രാവശ്യവും റബീഉൽ അവ്വൽ 12-ാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടി എന്ന വിവരം ഞങ്ങൾ വായനക്കാരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. വായനക്കാർക്ക് സന്തോഷമാണെങ്കിൽ ഇത് കേൾക്കുമ്പോ ഇന്നത്തെ മുജാഹിദുകൾക്ക് സന്തോഷം ഉണ്ടാവൂല. കാരണം അവര് നേരെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ്. അല്ല, അതിന്റെ ഇടയ്ക്ക് മൗലിദിന്റെ ഭക്ഷണം വന്നാൽ കഴിക്കാം എന്നൊരു പദ്ധതി വന്ന് കണ്ടിട്ടോ. മൗലിദ് പോയാലും നമ്മൾ ഈ ഭക്ഷണം എത്ര വേണമെങ്കിലും കഴിച്ചോളൂ, സന്തോഷം. എന്തായാലും ഏറിയാട് ലോവർ സെക്കൻഡറി സ്കൂൾ വെച്ച് കൊണ്ടാടപ്പെട്ട ഈ സുദിനത്തിൽ കൂടിയ വിദ്യാർത്ഥി സമ്മേളനത്തിലും മഹായോഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ബാല്യം, മതപ്രചാരണം, സ്വഭാവ വൈശിഷ്ട്യം എന്നിങ്ങനെ നബി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മിക്ക ഭാഗങ്ങളെയും കുറിച്ച് മലയാളത്തിൽ ഓരോ മാന്യന്മാർ പ്രസംഗിച്ചു. അർത്ഥമറിയാതെ കുറെ അറബി വാക്യങ്ങൾ വായിച്ചാലേ മൗലിദ് ശരിപ്പെടുകയുള്ളൂ എന്ന് ശഠിക്കുന്നവർക്ക് നീരസം തോന്നാതിരിക്കത്തവണ്ണം അറബിയിൽ മൗലിദ് ഓതുവാനും കുറെ സമയം വിനിയോഗിക്കാതിരുന്നില്ല.
അപ്പൊ നബിയുടെ ജന്നത്തെക്കുറിച്ച്, നബിയുടെ മഹത്വത്തെക്കുറിച്ച് മലയാളത്തിൽ പ്രസംഗിച്ചു. ഇനി ചില ആൾക്കാർക്കുണ്ട് ഇത് അറബിയിൽ ഓതിയാലേ ശരിയാവുള്ളൂ, അറബി മൗലൂദേ ശരിയാവുള്ളൂ എന്നുള്ള വിഭാഗക്കാരെയും തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾ മറന്നിട്ടില്ല. അവർക്ക് വേണ്ടി അറബിയിലും ദീർഘനേരം മൗലീദ് നടത്തി എന്ന് അവർ അൽ ഇർഷാദ് മാസികയിലാണ് 1343 റബീഉൽ അവ്വൽ പേജ് 158. ഇതിന്റെ അവസാനം പറഞ്ഞ മൗലിദ് കഴിക്കല് പറഞ്ഞിട്ടില്ല. യോഗത്തിൽ സംബന്ധിച്ചിരുന്നവർക്കും അല്ലാത്തവർക്കും ഒരു വിരുന്ന് നൽകുകയും ഉണ്ടായി. അപ്പൊ അവസാനം മൗലിദ് കഴിക്കുകയും ചെയ്തു. അപ്പൊ ഈ മൗലിദ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകൾ മൗലിദ് കഴിച്ചിട്ടുണ്ട്. അവർ ഈ മൗലിദും നബിദിന ആചാരങ്ങളൊക്കെ നന്നായി നടത്തിയിട്ടുണ്ട്. ഇനി ഇതിനവർ ഈ മൗലിദ്, ഈ വിശുദ്ധമായ മൗലിദ് എങ്ങനെയാണ് സുന്നത്താകുന്നത് പറയുന്നുണ്ട്. മൗലിദ് ബിദ്അത്ത് ഹസനത്താണെന്നതിന് ആശൂറ നോമ്പിനെ കുറിച്ച് വന്നിട്ടുള്ള സ്വഹീഹൈനിയുടെ ഹദീസിനെ അടിസ്ഥാനമായി കാണിച്ചിരിക്കുന്നു. അതെങ്ങനെയെന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ശത്രുവായ ഫിർഔനിനെ മുക്കിക്കളയുകയും ചെയ്തതിന് ശുക്രായി ആ സംഭവം നടന്ന ദിവസം ആശൂറായിന്റെ നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് കാണിക്കുന്ന ഹദീസിനെ സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആശൂറായിന്റെ അന്ന് ആ നോമ്പെടുക്കുന്നത് പോലെ തന്നെ പുണ്യമാണിതും. ഇതിൽ നിന്ന് അപ്രകാരം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ അള്ളാഹു ഒരു വലുതായ നിഅമത്ത് ചെയ്യുകയോ വലിയ ഒരു നാശത്തെ തടയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിൽ അതിന് അള്ളാഹു തആലാക്ക് ശുക്ർ ചെയ്യുകയും കൊല്ലം തോറും ആ ദിവസം ആ ശുക്റിനെ പുതുക്കുകയും ചെയ്യൽ ആവശ്യമാണെന്ന് വരുന്നു. ഇത് മനസ്സിലാവുന്ന എന്താണ്? അള്ളാഹു ഒരു വലിയ അനുഗ്രഹം ചെയ്യുകയോ അല്ലെങ്കിൽ വലിയൊരു നാശത്തെ തട്ടിക്കളയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊല്ലം തോറും അള്ളാഹു തആലാക്ക് ആ ഓർമ്മക്ക് വേണ്ടി ശുക്ർ ചെയ്യണം. തന്നെ റബീഉൽ അവ്വലിന്റെ ആഘോഷം. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം വേറെ എന്താ ഉള്ളത്? നബി അങ്ങില്ലായിരുന്നെങ്കിൽ ഒന്നും പടക്കില്ലായിരുന്നു എന്നല്ലേ അള്ളാഹു പറഞ്ഞത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അവർ തന്നെ പറയട്ടെ, ആ ദിവസം ഒരു ശുക്റിനെ പുതുക്കുകയും ചെയ്യൽ ആവശ്യമാണെന്ന് വരുന്നു. ശുക്റാണെങ്കിലും പല വിധത്തിലും ഇബാദത്ത് കൊണ്ടുമാവാം. എന്നാൽ റഹ്മത്തുൽ ആലമീനായ നബിയുടെ ജന്നത്തിനേക്കാൾ വലിയ നിഅമത്ത് മറ്റെന്താണ്? എന്തായാലും മൗലിദ് കഴിക്കുക എന്നുള്ളത് മുമ്പ് പറഞ്ഞ പ്രകാരം ഭക്ഷണങ്ങൾ മുതലായ വിതരണം ചെയ്യുക, നബിയുടെ മദ്ഹുകൾ മുതലായ കൽബുകളെ നന്മകളിലേക്ക് ഇളക്കി വിടുന്നതും ആഖിറത്തിലേക്ക് അമലുകൾ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നതുമായ പദ്യങ്ങളോ ഗദ്യങ്ങളോ ഓതുക എന്നിങ്ങനെ നബിയെ വെളിവാക്കിയതിന് അല്ലാഹു തആലയോടുള്ള ശുക്റിനെ കാണിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ടായിരിക്കണം അൽ ഇർഷാദ് മാസികയാണ്. അപ്പോ അതൊരു വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. എപ്പോഴെങ്കിലും നടത്തിയാൽ പോരാ, കൊല്ലം തോറും അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അപ്പൊ നമ്മൾ നബിദിനെ ആഘോഷിക്കുന്നത് അള്ളാഹുവിനുള്ള ശുക്ർ ചെയ്യുന്ന ഒരു ആരാധന കൂടിയാണ്. നമുക്കല്ലാന്ന് അഭിപ്രായമല്ല. പക്ഷെ ഈ അഭിപ്രായം എന്നതിനെ കുറ്റം പറയുന്ന ആൾക്കാർ അവരെ മുൻഗാമികൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അശ്റഖ് ഓതാറുണ്ടല്ലോ. അശ്റഖ് ഓതുമ്പോൾ നമ്മൾ വലദുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. അത് കാണുമ്പോഴും നമ്മൾ അശ്റഖ് ചൊല്ലുമ്പോഴൊക്കെ ഇവർക്ക് KL 10 BA 34 എന്ന വണ്ടി നമ്മൾ ആയിരുന്നോ? അതൊന്ന് മാറ്റിയെടുക്കട്ടോ. അപ്പൊ അശ്റഖ് ചൊല്ലുമ്പോൾ ആ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് വലിയ ഇടങ്ങേറാ. എന്നാൽ അതിനെക്കുറിച്ച് ഇവർ അൽ ഇർഷാദ് മാസികയിൽ പറഞ്ഞ തലശ്ശേരി കടവത്തൂർ കുഞ്ഞാമട്ടി മുസ്ലിയാർ അൽ ഇർഷാദ് മാസികയിൽ പറയുന്നത് ഇങ്ങനെയാണ്: വലദുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ബഹുമാന സൂചകമായി അങ്ങനെ ചെയ്യുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നല്ല കാര്യല്ലേ? അപ്പൊ അതിലൊരു പ്രശ്നമില്ല. അവസാനമായി എനിക്കൊരു അപേക്ഷ മാത്രമാണുള്ളത്. എന്താ ഒരു അപേക്ഷ? നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മുടെ കേരളത്തിൽ അധികം മുസ്ലിമീങ്ങളും അറബി അറിയാത്തവരാണ്. അവർ മൗലിദിന്റെ സരസിൽ അറബി മൗലിദ് കേട്ടത് കൊണ്ട് അവർക്കൊന്നും അറിവാകാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മളെ മൗലിദ് കേട്ടാല് അവർക്കൊന്നും മനസ്സിലാവൂല. അറബി അറിയാതെ സാധുക്കളാണ് നമ്മളെ കേരളക്കാർ അധികം ആളുകളും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് ഒരാൾ തർജ്ജമ കൂടി പറയുന്നത് നന്നായിരിക്കും. അപ്പൊ മലയാളത്തിലും മൗലൂദ് പാടുന്നാ പറയുന്നത്. കല്ലൂർ ഉസ്താദ് ഈ ഭാഗം പറഞ്ഞുകൊണ്ട് പറയാറുണ്ട്. ആർക്കാ കുഴപ്പം? ആയിക്കോട്ടെ, ഞങ്ങൾ ഒരിക്കോളാം. ഞങ്ങൾ അറബിയോട് അങ്ങനെ ചൊല്ലിക്കോളിയും. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി തങ്ങളോടന്യായം യാ സയ്യിദി ഖൈറൻ നബി.
രണ്ട് കൂട്ടരും നമ്മൾ സുന്നികളും ഓരോ വഹാബികളും കൂടി എന്നിട്ട് ഇങ്ങനെ അറബിയും മലയാളം ബൈത്ത് പാടിയിട്ട് മൗലിദ് നടത്തിയ എന്ത് രസമായിരിക്കും ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദ് ചോദിക്കുന്നുണ്ട്. എന്താ ആനന്ദകരമായിരിക്കും സംഗതി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജന്മദിന ആഘോഷം ആരെങ്കിലും നടത്തുമ്പോൾ അത് കണ്ടുകൊണ്ട് വല്ലാതെ വിറളി പിടിക്കുന്ന ഈ വിഭാഗത്തിന്റെ ഉത്തമ പതിറ്റാണ്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാലോ, അവരെ കൂട്ടത്തിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയാൻ കഴിയുന്ന അതിന്റെ തുടക്ക കാലഘട്ടങ്ങളിലെ നേതാക്കന്മാരാണ് പുസ്തകങ്ങളുടെ എഴുതി വെച്ചത്. നിങ്ങൾ മൗലിദ് ഓതണം, മൗലിദ് പാരായണം ചെയ്യണം, ആ നബിദിനം വരുമ്പോ സന്തോഷിക്കണം, അവിടെ നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യാൻ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആളുകള് ഇവർ ഈ വിഷയത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇവർ വരും. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ഈ മുജാഹിദീങ്ങൾ ആളുകളൊക്കെ പറയും, അവരിങ്ങനെ ഞങ്ങൾ നിങ്ങളെയൊക്കെ കൂടെ നിന്നത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ ഇടങ്ങേറുണ്ടായിരുന്നു പറയുമ്പോൾ ഖുർആൻ പറയേണ്ട അവർ പറയും ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. അവർ പറയും ഈ പിന്തുടർന്ന ആളുകളെ, പിന്തുടരപ്പെട്ട ആളുകളെ പിന്തുടർന്നവർ ഒഴിഞ്ഞു മാറുന്നൊരു സമയം ഉണ്ടാകും. അപ്പൊ KM മൗലവിയും EK മൗലവിയൊക്കെ പറയും എന്തുകൊണ്ടാ ഞങ്ങളെ കൂടെ വരണ്ട, ഞങ്ങൾ മൗലിദ് നടത്തണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ മൗലിദ് പാരായണം ചെയ്യണ്ടെന്ന് എവിടെയും പറഞ്ഞില്ല. മാത്രം ഞങ്ങൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാന്ന് പറയുമ്പോ അവര് പറയും അൽ ഇർഷാദ് വായിച്ചിട്ടില്ലേ, അൽ മുർഷിദിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹുവേ, അതുകൊണ്ട് എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒഴിവാകാൻ കഴിയില്ല. ഈ റബീഉൽ അവ്വൽ മാസം മൗലിദ് നടത്തണമെന്നും മൗലിദ് കഴിക്കണമെന്നും അത് അറബിയിൽ വരെ ഓതണമെന്നും ഞങ്ങളുടെ മാസികകൾ വ്യക്തമായി പറഞ്ഞതാണ്. എന്നാൽ അത് പുതിയ ആളുകൾ, കുട്ടികൾ അത് മനസ്സിലാവാതെ എന്തെങ്കിലും ചെയ്തതിന് ഞങ്ങൾ ഉത്തരവാദിയാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഹാബി നേതാക്കന്മാർ ഒഴിഞ്ഞു മാറുന്ന സമയം വരും. അപ്പൊ അവര് പറയും ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറുമായിരുന്നു. ഏതുപോലെ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതുപോലെ ഞങ്ങൾ ഒഴിഞ്ഞു മാറുമായിരുന്നു. പക്ഷെ ഇനി അതിന് നിർവൃതിയില്ല, ഇനി അതിന് സമയമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മൗലിദാഘോഷ നബിദിനം വരുമ്പോൾ, ആഘോഷ സമയങ്ങൾ വരുമ്പോൾ, ഈ വിശുദ്ധമായ മാസം വരുമ്പോൾ അതിനെ എതിർക്കുന്നവർ അവരെ നേതാക്കന്മാരെ കാലത്തേക്കും തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ ഉത്തമ നൂറ്റാണ്ടിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഉത്തമ പതിറ്റാണ്ടുകൾക്ക് നോക്കിയിട്ട് അതിന് നിങ്ങൾ ഒരു ന്യായീകരണം പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്ന് നേരെ മാറി, ഇന്ന് മൗലിദാഘോഷം ശിർക്കാണ്, മൗലിദാഘോഷം നടത്തുന്ന ആളുകൾ ധിക്കാരികളാണ്, നബിദിനാഘോഷം തെറ്റ്, അതിനേക്കാൾ ഭേദം മോശനവും കള്ളക്കടത്തുമാണ്. ഇതൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് തന്ന ആ ഒരു നോട്ട്സിൽ അതൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അമിതമായി ആദരിക്കുന്നതോ ബഹുമാനിക്കുന്നതോ പ്രശംസിക്കുന്നതോ മുഖസ്തുതിയായി പറയുന്നതോ ഇഷ്ടപ്പെടാത്ത പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് സലഫി മസ്ജിദ് ഖത്തീബ് മൗലവി സുഹൈർ ചുങ്കത്തറ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ വായിച്ചതിന്റെ അവസാനം പറയുന്നുണ്ട് ഇത് ശിർക്കാണ് എന്ന് മാത്രമല്ല, ഇതിനേക്കാൾ നല്ല പണം കിട്ടാനാണെങ്കിൽ മോഷ്ടിക്കുകയാണ് ഈ ഹറാമിന് കൂട്ടുനിൽക്കുന്നതിനേക്കാൾ ഉത്തമം. മോഷണവും കള്ളക്കടത്തുമാണ് നല്ലത് എന്ന് ഞാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഫുള്ളായി വായിക്കുന്നില്ല. മോഷണവും കള്ളക്കടത്തുമാണ് ഇതിനേക്കാൾ നല്ലത് എന്ന് നമ്മോട് പറയാണ് ആര്? ഇതൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരെ പിന്മുറക്കാർ. അതിന്റെ ഇടയിൽ മൗലിദാഘോഷ ശിർക്കാണെന്ന് പറയുന്നു. ഓർമ്മയുടെ തീരത്ത് എന്ന ഉമർ മൗലിദ് മാഗസിനിൽ മൗലിദാഘോഷം ശിർക്കാണ്. ഇന്നവരെ നേതാക്കന്മാര് ഈ പറഞ്ഞതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴയകാല നേതാക്കന്മാർ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓർമ്മയുടെ തീരത്ത് ഉമർ മൗലിയുടെ ഓർമ്മയെടുത്തിട്ട്. പക്ഷേ അതിഗുരുതരമായ മറ്റൊരു താത്വിക വശം മൗലിദ് കഴിക്കുന്നതിനുണ്ട്. അതായത് സൃഷ്ടികളുടെ തൃപ്തി ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ആരാധനയാണ് മൗലിദ്. ഉദാഹരണം, മൊഹിയുദ്ദീൻ ശൈഖിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ആരെങ്കിലും ബദർ മൗലിദ് ഓതാറുണ്ടോ? അപ്പൊ ബദർ മൗലിദ് ഒന്ന് ബദരീങ്ങൾ പൊരുത്തം ആഗ്രഹിച്ചാണ്? ഇല്ല. മറിച്ചും അങ്ങനെ തന്നെ നേരെ തിരിച്ചും ഓതാറില്ല. ആരുടെ രക്ഷയും പൊരുത്തവുമാണോ ഓടുന്നവരും മോദിക്കുന്നവരും ആശിക്കുന്നത്, അവരുടെ പേരിൽ നിർമ്മിതമായ മൗലിദ് അവിടെ കഴിക്കപ്പെടുന്നത്. ഈ ആശയും മോഹവും അദൃശ്യമായ മാർഗത്തിലൂടെയാണെന്നത് ഇതിന്റെ കഴമ്പാണ് താനും. അപ്പോൾ പദ്യങ്ങളിലും പ്രാർത്ഥനാഗീതങ്ങളിലും ദോഷകരമായി യാതൊന്നും പ്രകടമല്ലാത്ത മൗലിദായാൽ പോലും, ഒരു പ്രശ്നമില്ലാത്ത മൗലിദായാൽ പോലും, ഒന്നിനും പ്രശ്നമല്ല, ഇവർക്കാണ് പ്രശ്നങ്ങളുള്ളത്, അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. അതുകൊണ്ട് ഇതൊക്കെ മൗലിദ് എങ്ങനെയാണെങ്കിലും അത് ശിർക്കാണ് എന്ന് ഓർമ്മയുടെ തീരത്തിന്റെ പുസ്തകത്തിൽ ഉമർ മൗലവി പറയുന്നു. ഇവരെ നേതാക്കന്മാർ ഉമർ മൗലവിയുടെ പേരിൽ മൗലിദ് ഉണ്ടായിട്ടുണ്ട്, വേറെ വിഷയം.
ഉമർ മൗലവിയുടെ പേരിൽ മാല ഉണ്ടായിട്ടുണ്ട്, അത് വേറെ വിഷയം, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ ആളുകൾ ഇതൊക്കെ ശിർക്കാണ്, കുഫ്റാണെന്ന് യാതൊരു മടിയില്ലാതെ നമ്മളെ കുറിച്ച് അവർ പറഞ്ഞു ഇവരെ ശിർക്കാക്കി, ഇവരെ അകറ്റി നിർത്തി എന്നൊക്കെ ഇന്ന് വലിയ വായിൽ പറയുന്ന ആളുകൾ നാഴികക്കും 40 വട്ടം മുശ്രിക്ക് കാഫിറ എന്ന് വിളിച്ചത് നമ്മുടെ സുന്നികളെയാണ്. മൗലിദാഘോഷത്തിന്റെ പേരിൽ, നബിദിനാഘോഷങ്ങളുടെ പേരിൽ, മൗലിദിന്റെ പേരിൽ, അതിന്റെ ബൈത്തുകളുടെ പേരിൽ അത് ശിർക്ക് ചെയ്തു, മുശ്രിക്കാണെന്ന് വിളിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആളുകളാണ്. ഇപ്പൊ ഇത് പറയുന്നു നബിദിനാഘോഷം തെറ്റ്, ഇതിനേക്കാൾ ഭേദം മോഷണവും കള്ളക്കടത്തുമാണ് എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നൊരു പണി മാത്രം നമ്മൾ എടുത്തത്. ഏതൊക്കെ വിഷയങ്ങളിൽ നിന്ന് ഇവർ നമ്മെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു, അത് നബിദിനാഘോഷത്തിൽ മാത്രമല്ല, അതേത് വിഷയമാണെങ്കിലും അതിലൊക്കെ അവരുടെ മുൻഗാമികൾ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റാണ്. അവരെ മുൻഗാമികൾ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റാണ്. എന്നാൽ ഇനി അടുത്ത വർഷം എന്താവും? ഇപ്പോ ഇതിനിടയ്ക്ക് ഹുസൈൻ മടവൂരിനെ പോലുള്ള ആളുകളൊക്കെ ഭീമാപള്ളിയിലും പാളയത്തൊക്കെ മീലാദ് പരിപാടികൾ പങ്കെടുത്തു. അതിന്റെ നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. മീലാദ് പരിപാടി അത് റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ എന്താ ഒരു പ്രത്യേക പരിപാടി. അപ്പൊ അങ്ങനെ കൊല്ലത്തോട് മാസത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ എന്തിനാ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ പരിപാടി നടത്തുന്നത്? ഈ പറയപ്പെട്ട മൗലവിമാരൊക്കെ പിന്നീട് റബീഉൽ അവ്വലിന്റെ പരിപാടികൾ പ്രസംഗിച്ചു, സംസാരിച്ചു. അപ്പൊ അതൊക്കെ ഇനി വരും കാലങ്ങളിലൊക്കെ നല്ല മാറ്റം വരും. അല്ലാഹു മാറ്റം വരുത്തുമാറാവട്ടെ. അപ്പൊ ഈ നിലക്ക് ഇവരുടെ ഇന്ന് നമ്മൾ ഈ കാണിക്കുന്ന ഈ നബിദിനാഘോഷങ്ങളോടും മൗലിദ് കർമ്മങ്ങളോടും ഒക്കെ ഇവർ ചെയ്യുന്ന ഈ അസഹിഷ്ണുതയും ഈ അവരുടെ ഈ എതിർപ്പുമൊക്കെ അവർ തന്നെ ഒരു 4 or 5 പതിറ്റാണ്ടുകൾ മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് അലിഞ്ഞില്ലാതെ പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കുബുദ്ധികളുടെ ശ്രമങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മത്തെ അതിന്റെ എല്ലാ ആദരവോടുകൂടിയും കാണാനും അതിന്റെ എല്ലാ അദബോടുകൂടിയും ആചരിക്കുവാനും അവിടുത്തെ മൗലീദ് പാടി ഹബീബിലേക്ക് അടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എന്നെ ശ്രമിക്കാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് നന്ദി. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.